തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഈ അപകടം സംഭവിച്ചത്. ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതിന് ശേഷം മൂന്നാറിലേക്ക് പോകാൻ ഇറങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വളവ് തിരിഞ്ഞ് ബസ് ഫുട്പാത്തിൽ കയറി മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് പരിശോധനകളൊക്കെ നടത്തുകയാണ്. SET ആശുപത്രിയിൽ 7 കുട്ടികളാണ് ഉള്ളത്. അതിൽ 22 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമുണ്ട്. പോലീസ് വാഹനം ഇപ്പോഴും പരിശോധിക്കുന്നു. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും സാന്ത്വന സാജു വീണ്ടും ചേരുകയാണ്. സാധാരണ പോലീസ് ഇപ്പോൾ ഈ വാഹനം പരിശോധിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ബസ് ഫുട്പാത്തിൽ കയറി മറിയുകയായിരുന്നു എന്നുള്ളൊരു നിഗമനമാണ് നേരത്തെ ലഭിച്ചത്. പോലീസിന്റെ ഒരു പരിശോധന കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഷൻ അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടോ? അജയ്, നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഈ കാണുന്ന റോഡ്, ഇവിടെ നിന്നാണ് ആ വാഹനം വരുന്നത്. ഈ 50 പേരുമായി വരുന്ന വാഹനം വന്ന റോഡാണ് ഇത്. തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ പോയി ചേരുന്നത് തിരുവനന്തപുരം വെമ്പായത്തേക്കാണ്. അത് നെടുമങ്ങാട് വെമ്പായം റോഡിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കാണാം, വലിയ വളവാണ്. ആ വളവ് തിരിഞ്ഞ് നെടുമങ്ങാട് നിന്ന് ഈ വലിയ വളവ് തിരിഞ്ഞ് വെമ്പായത്തേക്ക് പോകുവാൻ വന്ന ബസ്സാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന്, അതായത് വെമ്പായത്ത് നിന്ന് തിരിച്ച് നെടുമങ്ങാടേക്ക് പോകുവാനായി അവിടെ നിന്ന് ഒരു വാഹനം വരുന്നു. ഇവിടെ ദൃക്സാക്ഷികൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു വാഹനം വരുന്നു. സ്വാഭാവികമായി വളരെ വേഗത്തിൽ വന്ന ഒരു വാഹനം ഇങ്ങനെ കറങ്ങി വലിയ വളവ് തിരിഞ്ഞു വന്ന ഒരു ബസ്, അത് സൈഡ് കൊടുക്കാൻ ഇല്ലാതെ ഈ കാണുന്ന പോലെ ഫുട്പാത്തിലേക്ക് ഈ വാഹനം കയറുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, അത്രയും വലിയ രീതിയിൽ ആഘാതത്തിൽ ഫുട്പാത്തിലേക്ക് വന്ന് ആ ബസ് കയറിയതിന്റെ ആഘാതങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാണാം. ഈ ഫുട്പാത്തെല്ലാം തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഫുട്പാത്തിലേക്ക് കയറിയ പാടെ ഈ ബസ് മറിയുകയാണ് ചെയ്തത്. ഇത് ഇടത്ത് സൈഡിലേക്ക് ഈ ബസ് മറിയുന്നു. അങ്ങനെയാണ് ഈ ഫുട്പാത്ത് ഒക്കെ തന്നെയും തകർന്ന് വീണിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഈ ബസിന്റെ ഇടത് ഭാഗത്താണ് പൂർണ്ണമായും തന്നെ ബസിന്റെ ഇടത് ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ ബസ് ഉയർത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. കാരണം ഈ വശത്തേക്കാണ്, ഇടത് ഭാഗത്തേക്കാണ് ബസ് മറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ കാണുന്നത് പോലെ തന്നെ ഈ ഫുട്പാത്ത് പൂർണ്ണമായും തകർന്ന രീതിയിൽ ആകുന്നത്. അതിനുശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ എല്ലാവരും, ഇങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, പ്രദേശവാസികൾ ഒക്കെ തന്നെയും ഓടിക്കൂടുന്നു. അത് മാത്രവുമല്ല, ഫയർഫോഴ്സും പോലീസ് അടക്കമുള്ള ആളുകൾ വരുന്നു. എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ഏതാണ്ട് 50ഓളം ആളുകൾ, 49 ആളുകൾ എന്നാണ് കൃത്യമായ കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. 49 ആളുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 49 ആളുകളെ എത്രയും പെട്ടെന്ന് ബസ്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് പിന്നീട് ഉണ്ടായത്. അതിൽ 37 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ 37 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 37 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. സംസാരിക്കാൻ കഴിയുന്ന വലിയ പ്രശ്നമില്ലാത്ത ആളുകളെ തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ മാറ്റിയിരുത്തി എന്നാണ് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്. അതിനുശേഷം ഈ മറ്റ് അപകടം സംഭവിച്ച അല്ലെങ്കിൽ മുറിവ് സംഭവിച്ച സാരമായി പരിക്കേറ്റ ആളുകളെയൊക്കെ തന്നെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം തുടങ്ങി. നെടുമങ്ങാട് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ മടങ്ങി വരാം.